ഹരിതേ, അപ്പച്ചിക്ക് ഉടനെ നിന്നെ ഒന്ന് കാണണമെന്ന്. നിന്നെ വിളിച്ചോണ്ട് ചെല്ലാൻ എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുക. ഹരിതേ, നീ എന്താ ആലോചിക്കുന്നേ? വിദ്യാർത്ഥിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഞാൻ കുറച്ചു നേരം ഒന്ന് സ്വസ്ഥമായിട്ട് ഇരുന്നോട്ടെ. അപ്പച്ചി നിന്നെ അന്വേഷിക്കുന്നു. ദേ, അതിഥികളെന്നും പറഞ്ഞ് 3-4 പേരെ ക്ഷണിച്ചിരുത്തിയിട്ടുണ്ട്. എല്ലാവരും നിന്നെ കാണാൻ കാത്തിരിക്കുക. വിദ്യാർത്ഥി എന്താ ഈ പറയുന്നേ? അതിഥികൾ എന്നെ കാണാൻ കാത്തിരിക്കണമെന്നോ? ആരാ അതിഥികള്? അവരെന്നെ കാണേണ്ട കാര്യം എന്താ? കാര്യവും കാരണവും ഒന്നും ആ കിളവിത്തള്ള എന്നോട് പറയുന്നില്ല. ഇവിടത്തെ അച്ഛനും അമ്മയും വിളിച്ച് അതിഥികളെ പരിചയപ്പെടുത്തിട്ടാ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നെ. നീ ഒന്ന് വന്നേ ഹരിതേ. ഞാൻ എങ്ങും വരുന്നില്ല. എന്നെ ഇപ്പൊ കാണാനായിട്ട് പ്രത്യേകിച്ച് അതിഥികൾ ആരും വരാനില്ല. അഥവാ വന്നാലും എനിക്ക് അവരെ കാണണ്ട. അങ്ങനെ അങ്ങ് വാശി പിടിക്കാതെ. തിരുവാക്കിന് എതിർവായില്ലാത്ത ആനന്ദവല്ലി തമ്പുരാട്ടിയുടെ കൽപ്പനയാ. അനുസരിച്ചില്ലെങ്കിൽ തമ്പുരാട്ടി ഈ വീടെടുത്ത് കീഴ്മേൽ മറിക്കും. എല്ലാവരെയും അനുസരിപ്പിച്ച് പാരമ്പര്യമുള്ള നിന്റെ അച്ഛൻ പോലും പഞ്ചപുച്ഛം അടക്കി ഒരേ നിൽപ്പാ. നീ ഒന്ന് വാ. ഞാൻ എങ്ങോട്ടും ഇല്ല. നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ ഒന്ന് വരുന്നുണ്ടോ ഹരിതേ? നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? അല്ല, എന്ത് കാര്യം ഉണ്ടായിട്ടാണെങ്കിലും അതിന്റെ കാരണം ചെകഞ്ഞ് കണ്ടുപിടിക്കാൻ മിടിക്കായിരുന്നല്ലോ വിധിയെടുത്തി. എന്നിട്ട് അപ്പച്ചി അതിഥികളെ ക്ഷണിച്ചു വരുത്തിയതിന്റെ കാരണം മാത്രം കണ്ടുപിടിക്കാൻ കഴിയാത്തതെന്താ? ഹരിതേ, സർവ്വസൂത്രങ്ങളും കണ്ടുപിടിച്ച സൂത്രശാലിയ ആനന്ദവല്ലി അപ്പച്ചി. അവരുണ്ടാക്കി വെച്ച സൂത്രത്തിന്റെ രഹസ്യം കണ്ടെത്താൻ ഞാൻ ആളായിട്ടില്ല. ഭാനുമതിയുടെ കുടുംബം ആനയും അമ്പാരിയുള്ള തറവാടായിരുന്നെന്നാ കേട്ടിട്ടുള്ളത്. ഇവരുടെ തറവാട്ട് പേര് തന്നെ കൊട്ടാരത്തിൽ തറവാടെന്നാ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഭാനുമതി? ശരിയാണ്. പക്ഷേ ഞങ്ങളുടെ കുടുംബചരിത്രം എന്നേക്കാൾ നന്നായി അറിയാവുന്നത് എന്റെ സഹോദരൻ ജയബാലൻ ചേട്ടനാ. അതേ കുറുപ്പ് സാറേ, ഞങ്ങളുടേത് നാട് ഭരിച്ചിരുന്ന രാജകുടുംബവുമായി ബന്ധപ്പെട്ട റോയൽ ഫാമിലിയാ. ഞങ്ങളുടെ അമ്മയുടെ അച്ഛന്റെ അച്ഛൻ മുതുമുത്തച്ഛൻ രാജകുടുംബത്തിലെ കണക്കപ്പിള്ളയായിരുന്നു. അദ്ദേഹത്തിന്റെ സത്യസന്ധതയെ മാനിച്ച് രാജാവ് എത്രയോ ഏക്കർ ഭൂമി അദ്ദേഹത്തിന്റെ പേരിൽ കരമഴുവായി പതിച്ചു കൊടുത്തിട്ടുണ്ട്. ആ മുത്തച്ഛൻ അറിയപ്പെട്ടിരുന്നത് തന്നെ കണക്കപ്പിള്ള എന്നായിരുന്നു. എന്താടാ നോക്കുന്നത്? ഇത്രയും ഉയർന്ന ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണോ ചേച്ചിയുടെ അതിഥികളായിട്ട് വന്നിരിക്കുന്നത്? എങ്ങോട്ടാ? അകത്തേക്ക്. ഇപ്പൊ അകത്തേക്ക് ആരെയും വിടാൻ പറ്റില്ല. അവിടെ ഒരു ചർച്ച നടക്കുക. ഇതെന്റെ ഭാര്യ വീടാ. ഭാര്യ വീടാണെങ്കിലും സ്വന്തം വീടാണെങ്കിലും ഇപ്പൊ അകത്തേക്ക് ആരെയും കയറ്റിവിടാൻ പറ്റില്ല. തടികേടാവാതെ മോനിപ്പോ പോവാൻ നോക്ക്. ഞാൻ എങ്ങോട്ട് പോണം എങ്ങോട്ട് വരണം എന്നൊക്കെ തീരുമാനിക്കുന്ന നീയൊന്നും അല്ല. മാറാ. മാറിയില്ലെങ്കിൽ എങ്കിൽ നിങ്ങളെ തല്ലി മാച്ചിട്ട് എനിക്ക് പോണ്ടി വരും. നമ്മളെ തല്ലോന്ന എങ്കിൽ അതൊന്ന് കാണണമല്ലോ. നിന്നോട് മര്യാദയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലട ചേട്ടാ. കരുണാകര കുറുപ്പിന്റെ ഒരേ ഒരു മകൾ, എന്റെ മരുമകളെ. ആ, ഇനി ഇവരെ ക്ഷണിച്ചു വരുത്തേണ്ട കാര്യം പറയാം. ഇവര് വന്നിരിക്കുന്നത് നരേന്ദ്രന് വേണ്ടി ഹരിതയെ പെണ്ണ് കാണാനാണ്. എന്നെ പെണ്ണ് കാണാനോ? അപ്പച്ചി, ചേച്ചി,
ഇങ്ങനെ ഒരു പെണ്ണുകാണൽ ചടങ്ങ്? ദേ, നിങ്ങൾ ആരും ഒന്നും പറയണ്ട. ഞാൻ പറയും, അത് കേട്ടിരുന്നാ മതി. ആ ഭാനുമതി, നിന്റെ കൂട്ടുകാരിയല്ലേ ഞാൻ. ആ നിലയ്ക്ക് പെൺകുട്ടിയെ കുറിച്ച് ഒന്നും ഒളിച്ചു വെച്ച് വിശ്വാസവഞ്ചന കാണിക്കുന്നില്ല. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒപ്പം പഠിച്ച ഒരു തെമ്മാടി പയ്യനുമായിട്ട് ഇവിടെ ഇഷ്ടത്തിലായി. അന്നത്തെ വിവരക്കേടിന് വീട് വിട്ടിറങ്ങി പോവുകയും ചെയ്തു. ഒളിച്ചോടിപ്പോയെന്ന് പറഞ്ഞ 1 മണിക്കൂർ പോലും ഇവൾ ആ പയ്യനുമായിട്ട് ഒരുമിച്ച് കഴിഞ്ഞിട്ടില്ല. മയക്കുമരുന്നിന് അഡിക്റ്റായ ആ പയ്യൻ ഇവളെ ഉപേക്ഷിച്ചിട്ട് അവൻ അവന്റെ വഴിക്ക് പോയി. ഇവള് വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അത്രേ ഉണ്ടായിട്ടുള്ളൂ.